വായിക്കാം, കണ്ടെത്താം. എൻ്റെ ഹൃദയതാളം ഉയരുന്നത് ആദ്യമായി ഞാൻ കേട്ടു. എപ്പോഴാണ് ഹൃദയതാളം ഉയർന്നത്? ഉത്തരം: പക്ഷേ അവൾ ഡെല്ല ഹണ്ട് എൻ്റെ കൂട്ടുകാരിയായി എത്തിയപ്പോൾ, എൻ്റെ ചിത്രങ്ങളെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ, അതിൻ്റെ ഓരോ വിശദാംശത്തെയും മാസ്റ്റർ പീസുകളാക്കി എണ്ണിയപ്പോൾ എൻ്റെ ഹൃദയതാളം ഉയരുന്നത് ആദ്യമായി ഞാൻ കേട്ടു. പേജ് 64, പാരഗ്രാഫ് നമ്പർ 3. നമുക്കറിയാം ഈ ഒരു പാഠഭാഗം ഒരു ആത്മകഥയാണെന്ന്. അതായത് ഒരാൾ സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ എഴുതുന്നതിനെയാണല്ലോ ആത്മകഥ എന്ന് പറയുന്നത്. നമ്മുടെ ചിത്രകാരൻ്റെ ചെറുപ്പകാലത്തിലെ അനുഭവങ്ങളിൽ ഒരു ചെറിയൊരു ഭാഗമാണ് ഇവിടെ നമുക്ക് കാൽവിരലിൽ വിരിയും കവിത എന്ന ഒരു പാഠഭാഗമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ചിത്രകാരൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിയായ ഡെല്ല ഹണ്ട് അഥവാ ഡെല്ല കൂട്ടുകാരിയായി എത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ പുകഴ്ത്തി പ്രശംസിച്ച് അതിൻ്റെ ഓരോ വിശദാംശത്തെയും മാസ്റ്റർ പീസുകളാക്കി എണ്ണി പ്രശംസിച്ച് പ്രോത്സാഹിപ്പിച്ച് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയതാളം ആദ്യമായിട്ട് ഉയരുന്നത് അദ്ദേഹത്തിന് അനുഭവിക്കുവാനായിട്ട് സാധിച്ചത്. അതായത് അപ്രതീക്ഷിതമായി ഒരാൾ വന്ന് കുറേ പ്രോത്സാഹിപ്പിക്കുകയും പ്രശംസിക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പന്ദനം കൂടി ആഹ്ലാദം കൊണ്ട്, അല്ലേ? അടുത്ത ചോദ്യം: സൺഡേ ഇൻഡിപെൻഡൻറ്റ് എന്ന പത്രത്തിൽ ഏത് മത്സരത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ക്രിസ്റ്റി കണ്ടത്? ഉത്തരം: അന്നൊരിക്കലാണ് സൺഡേ ഇൻഡിപെൻഡൻറ്റിലെ പേജുകൾ ഇടങ്കാൽ കൊണ്ട് മറിക്കുമ്പോൾ ആ അറിയിപ്പ് കണ്ടത്. 12നും 16നും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പെയിൻറ്റിംഗ് മത്സരത്തെക്കുറിച്ചായിരുന്നു അത്. സിൻഡ്രല തൻ്റെ രാജകുമാരനുമൊത്ത് നൃത്തം ചെയ്യുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. അവർക്ക് ചുറ്റും മറ്റ് നർത്തകരുമുണ്ട്. ആ ചിത്രമാണ് പെയിൻറ് ചെയ്യേണ്ടത്. 12 വയസ്സ് കഴിഞ്ഞ് ഏറെ കാലമാകാത്ത എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. പേജ് നമ്പർ 65, പാരഗ്രാഫ് നമ്പർ 2. സോ സൺഡേ ഇൻഡിപെൻഡൻറ്റ് എന്ന പത്രത്തിൽ ഏത് മത്സരത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ക്രിസ്റ്റി കണ്ടത്? സൺഡേ ഇൻഡിപെൻഡൻറ്റ് എന്ന പത്രത്തിൽ 12നും 16നും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പെയിൻറ്റിംഗ് മത്സരത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ക്രിസ്റ്റി കണ്ടത്. അടുത്ത ചോദ്യം: ആ വെള്ളിയാഴ്ച ആരോ കതകിനു മുട്ടി. ആരാണ് വന്നത്? എന്തിനായിരുന്നു അവർ വന്നത്? ഉത്തരം: ആ വെള്ളിയാഴ്ച ആരോ കതകിനു മുട്ടി. അമ്മ തുണി അലക്കുകയായിരുന്നു. ഞാൻ അടുക്കളയിലെ ഉയർന്ന ഒരു വട്ടമേശയിലിരുന്ന് പെയിൻറ് ചെയ്യുകയായിരുന്നു. അത് പതിവില്ലാത്തതാണ്. അമ്മ കയ്യിൽ സോപ്പ് പതയുമായി എത്തി ആരാണ് വന്നതെന്ന് അന്വേഷിച്ചു. വന്നത് പത്രത്തിലെ ഒരു റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറുമായിരുന്നു. ഞാൻ എൻ്റെ വളഞ്ഞൊടിഞ്ഞിരുന്നുള്ള പെയിൻറ്റിംഗ് തുടർന്നു. അപ്പോൾ അത് സത്യം തന്നെയാണ്, അവരിലൊരാൾ പറയുന്നത് കേട്ടു. അമ്മയോട് അവർ പലതും ചോദിച്ചറിഞ്ഞു. ഒടുവിൽ ഞാൻ ഇരുന്ന് പെയിൻറ് ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോയുമെടുത്ത് അവർ പോയി. എൻ്റെ ആദ്യത്തെ ഫോട്ടോഗ്രാഫായിരുന്നു അത്. പേജ് നമ്പർ 66, പാരഗ്രാഫ് നമ്പർ 2. അപ്പോൾ ആ വെള്ളിയാഴ്ച ക്രിസ്റ്റിയുടെ വീടിൻ്റെ കതകിന് മുട്ടിയത് ആരായിരുന്നു? സൺഡേ ഇൻഡിപെൻഡൻറ്റ് എന്ന പത്രത്തിലെ ഒരു റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറുമായിരുന്നു അത്. എന്തിനായിരുന്നു അവർ വന്നത്? ക്രിസ്റ്റിയെക്കുറിച്ച് ക്രിസ്റ്റിയുടെ അമ്മയിൽ നിന്നും പലതും ചോദിച്ചറിയുവാനും ക്രിസ്റ്റിയുടെ ഒരു ഫോട്ടോ എടുക്കുന്നതിനും വേണ്ടിയായിരുന്നു അവർ വന്നത്. ചർച്ച ചെയ്യാം, എഴുതാം. നോക്ക് എടാ, നീ നേടി നോക്ക്. ക്രിസ്റ്റിയുടെ അച്ഛൻ്റെ വാക്കുകളാണിവ. പരിമിതികളിൽ നിന്നും സാധ്യതകളിലേക്ക് ഉയർന്നു വന്ന കലാകാരനാണ് ക്രിസ്റ്റി ബ്രൗൺ. അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയെല്ലാമാണ് നമുക്ക് പ്രചോദനമായി തീരുന്നത്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നോക്ക് എടാ, നീ നേടി നോക്ക്.
ഇത് കാൽവിരലിൽ വിരിയും കവിത എന്ന ആത്മകഥയിലെ ഒരു വാക്യമാണ്. എന്ത് നേടിയതിനെക്കുറിച്ചാവാം ഇവിടെ പറയുന്നത്? നമ്മൾ ഈ ആത്മകഥയിൽ കണ്ടതാണ്. ഒരു വെള്ളിയാഴ്ച ആരോ വന്ന് ക്രിസ്റ്റിയുടെ വീടിൻ്റെ കതകിന് മുട്ടുന്നതും തുണി അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന അമ്മ കയ്യിൽ സോപ്പ് പതയുമായി ഓടി ചെന്ന് ആരാണ് വന്നതെന്ന് അന്വേഷിക്കുന്നതും വന്നത് പത്രത്തിലെ ഒരു റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറുമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതും. അമ്മയോട് അവർ പലതും ചോദിച്ചറിഞ്ഞ ശേഷം ക്രിസ്റ്റിയുടെ ഫോട്ടോയുമെടുത്ത് അവർ പോയി. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അടുത്ത ഞായറാഴ്ച മുകളിലത്തെ നിലയിൽ സോഫയിൽ സുഖമായി ഇരുന്ന് പകൽ സ്വപ്നം കാണുകയായിരുന്ന ക്രിസ്റ്റിയുടെ അടുത്തേക്ക് അച്ഛൻ അതിവേഗത്തിൽ കോണിപ്പടികൾ ഓടിക്കയറി ചെല്ലുന്നൊരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അച്ഛൻ്റെ മുഖത്ത് വളരെ സന്തോഷവും ഒരു തിളക്കവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല, അച്ഛൻ്റെ കൺതടങ്ങളിൽ പടർന്നിരുന്ന കറുപ്പ് പോലും കാണാനാകാത്ത വിധം മുഖം പ്രകാശിച്ചിരുന്നു. സ്വാഭാവികമായും എന്തോ ഒരു സന്തോഷ വാർത്ത കൊണ്ടാണ് അച്ഛൻ ഓടിപ്പിടിച്ച് ചെല്ലുന്നതെന്ന് നമുക്കിതിൽ നിന്നും വ്യക്തമാണ്, അല്ലേ? ശേഷം അച്ഛൻ എന്താണ് ചെയ്യുന്നത്? ക്രിസ്റ്റിയെ പൊക്കിയെടുത്ത് ഏതാണ്ട് ഇരിക്കുന്ന അവസ്ഥയിലാക്കി. എന്നിട്ടാണ് ഈ വാക്യങ്ങൾ പറയുന്നത്. നോക്ക് നോക്ക് എടാ, നീ നേടി നോക്ക് എന്ന ഈ വാക്യങ്ങൾ പറയുന്നത്. എന്തായിരിക്കാം അതിൻ്റെ കാരണം? അച്ഛൻ വെറും കൈയോടെയാണോ മുകളിലേക്ക് ഓടിക്കയറി ചെല്ലുന്നത്? അല്ല. സൺഡേ ഇൻഡിപെൻഡൻറ്റിൻ്റെ ഒരു കോപ്പിയുടെ മധ്യ പേജ് അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ക്രിസ്റ്റിയുടെ മുഖത്തിന് മുന്നിൽ നിവർത്തി കാണിച്ചു. എന്തായിരുന്നിരിക്കാം ആ പത്രവാർത്ത? അത് മറ്റൊന്നുമായിരുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച സൺഡേ ഇൻഡിപെൻഡൻറ്റിൻ്റെ റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറും ക്രിസ്റ്റിയുടെ വീട്ടിൽ ചെല്ലുകയും അമ്മയോട് പലതും ചോദിച്ചറിഞ്ഞ ശേഷം അടുക്കളയിലെ ഉയർന്ന ഒരു വട്ടമേശയിലിരുന്ന് പെയിൻറ് ചെയ്യുകയായിരുന്ന ക്രിസ്റ്റിയുടെ ഒരു ഫോട്ടോഗ്രാഫും എടുത്ത് അവർ മടങ്ങുകയുണ്ടായി, അല്ലേ? ആ ഫോട്ടോഗ്രാഫായിരുന്നു സൺഡേ ഇൻഡിപെൻഡൻറ്റിൻ്റെ ഞായറാഴ്ചത്തെ കോപ്പിയുടെ മധ്യ പേജിൽ ഉണ്ടായിരുന്നത്. സൺഡേ ഇൻഡിപെൻഡൻറ്റിൻ്റെ റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറും വന്നപ്പോൾ എടുത്ത ചിത്രം എങ്ങനെയുള്ളതായിരുന്നു? അഥവാ സൺഡേ ഇൻഡിപെൻഡൻറ്റിൻ്റെ മധ്യ പേജിൽ വന്നിട്ടുള്ള ക്രിസ്റ്റിയുടെ ഫോട്ടോഗ്രാഫ് എങ്ങനെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്? ഷോർട്ട് ട്രൗസർ ഇട്ട ഒരു ചെറിയ കുട്ടി. അവൻ്റെ മെലിഞ്ഞ കാലുകൾ അരയ്ക്ക് താഴെ പിണഞ്ഞു കിടക്കുന്നു. ചലനശേഷിയില്ലാത്ത കൈകൾ ശരീരത്തിൻ്റെ ഇരുവശത്തും പിണഞ്ഞ് ഒട്ടി നിൽക്കുന്നു. ക്രിസ്റ്റിയുടെ കൈകൾ എങ്ങനെയായിരുന്നു? കൈകൾക്ക് ചലനശേഷിയില്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഇരുവശത്തും രണ്ടു വശത്തും പിണഞ്ഞ് ഒട്ടി നിൽക്കുകയായിരുന്നു. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. പരിമിതികളിൽ നിന്ന് സാധ്യതകളിലേക്ക് ഉയർന്നു വന്ന കലാകാരനാണ് ക്രിസ്റ്റി ബ്രൗൺ. കൂട്ടുകാരെ, നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയെല്ലാമാണ് നമുക്ക് പ്രചോദനമായി തീരുന്നത്? ക്രിസ്റ്റി ബ്രൗൺ എന്ന കലാകാരൻ്റെ ശരീരത്തിൻ്റെ പരിമിതികൾ നമുക്ക് വളരെ വ്യക്തമാണ് ഈ ഒരു ആത്മകഥയിൽ നിന്നും, അല്ലേ? പക്ഷേ അദ്ദേഹം ആ പരിമിതികളെ ഓർത്ത് സങ്കടപ്പെട്ട് ജീവിതം ഒരു മൂലയിൽ അല്ലെങ്കിൽ ഒരു മുറിക്കുള്ളിൽ ഒതുക്കുകയാണോ ചെയ്തത്? ഒരിക്കലുമല്ല. പകരം ദൈവം അദ്ദേഹത്തിന് വരദാനമായി കൊടുത്ത അല്ലെങ്കിൽ സമ്മാനമായി കൊടുത്ത അദ്ദേഹത്തിൻ്റെ കഴിവിനെ പരിപോഷിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം തൻ്റെ പരിമിതികളെയെല്ലാം മറന്ന് തന്നാലാവും വിധം ചിത്രകലയെ മാക്സിമം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി.
നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഓരോ തരത്തിലുള്ള കഴിവുകളാണ് തന്നിട്ടുണ്ടാവുക. കലാകായിക പഠന പാഠ്യേതര രംഗത്തെല്ലാം ഓരോരുത്തർക്കും അവനവൻ്റേതായ കഴിവുകളുണ്ട്. നമ്മൾ നമ്മുടെ കഴിവുകളെ തിരിച്ചറിയുകയും അതിനെ പരിപോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ആരാണ്, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ എന്തെല്ലാമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ ജീവിതത്തിൽ വിജയിക്കുവാനും ഉയരുവാനും തുടങ്ങുന്നു. വീട്ടിലെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം ക്രിസ്റ്റിക്ക് എങ്ങനെയെല്ലാമാണ് പ്രചോദനമായി തീർന്നത്. ക്രിസ്റ്റിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഡെല്ല ഹണ്ട് വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചിന്തിക്കുകയും ക്രിസ്റ്റിയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഡെല്ല ഹണ്ട് എന്ന ഡെല്ലയുടെ വാക്കുകൾ ക്രിസ്റ്റിക്ക് വളരെ ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും നൽകിയിരുന്നു. ക്രിസ്റ്റിയെ വളരെയധികം സ്വാധീനിച്ച മറ്റ് 2 വ്യക്തിത്വങ്ങളാണ് അച്ഛനും അമ്മയും. നമ്മൾ കണ്ടിരുന്നു, ക്രിസ്റ്റി ചിത്രങ്ങൾ വരയ്ക്കാനിരിക്കുന്ന സമയം ക്രിസ്റ്റി സ്വന്തമായി തന്നെയാണ് ചായങ്ങളും ബ്രഷുകളും പെൻസിലുകളുമെല്ലാം നിലത്ത് ക്രമീകരിച്ച് വെക്കുന്നത്. അത് മറ്റാരും തന്നെ സഹായിക്കാൻ ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് കൂടുതൽ മികവോടെ ചെയ്യാൻ സ്വയം ഇവയെല്ലാം ക്രമപ്പെടുത്തി വയ്ക്കണം എന്ന് തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ക്രിസ്റ്റി ഇതെല്ലാം ക്രമപ്പെടുത്തി വെച്ച ശേഷം അച്ഛൻ ക്രിസ്റ്റിയെ എടുത്ത് ഇവയുടെ നടുവിൽ ഇരുത്താറുണ്ട്. നമുക്കറിയാം, ക്രിസ്റ്റിക്ക് സെറിബ്രൽ പാൾസി എന്ന അസുഖം ബാധിച്ചത് മൂലമായിട്ട് ശരീരത്തിൻ്റെ ചലനശേഷി നഷ്ടമാവുകയും ഡോക്ടർമാർ ആശുപത്രിയിൽ തന്നെ കഴിയണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തതായിട്ട്. പക്ഷേ ക്രിസ്റ്റിയുടെ അച്ഛനും അമ്മയും അത് അവഗണിച്ച് ക്രിസ്റ്റിയെ അവരോടൊപ്പം വീട്ടിൽ താമസിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ പരിചരിച്ചു വരുന്നതും നമുക്ക് കാണാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ സൺഡേ ഇൻഡിപെൻഡൻറ്റിലെ പേജ് ഇടങ്കാലുകൊണ്ട് മറിച്ചപ്പോൾ പെയിൻറ്റിങ് മത്സരത്തെക്കുറിച്ചുള്ളൊരു പരസ്യം കാണുന്നതും അടുക്കളയിലായിരുന്ന അമ്മയെ വിളിച്ചു വരുത്തി പത്രത്തിലെ അറിയിപ്പ് കാണിച്ചു കൊടുക്കുന്നതും. ക്രിസ്റ്റി എന്ന കുട്ടി ഓൾറെഡി പെയിൻറ്റിങ്ങിൽ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതിലുപരി ഒരുപാട് നേരം പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിരുന്ന പെയിൻറ്റിങ്ങിനെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ, അല്ലെങ്കിൽ അതിനെ ഒരു ഹോബിയാക്കി മാറ്റിയ, അതിനെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു അല്ലേ. ഈ ഒരു പരസ്യം അമ്മയെ അറിയിച്ചപ്പോൾ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസ് ആണെങ്കിലും വളരെ പോസിറ്റീവായിരുന്നു. അമ്മ എന്താ പറയുന്നത്? ചെയ്തു നോക്ക്, ഏറ്റവും മികവാർന്ന ചിത്രമാകണമെന്നൊന്നുമില്ലല്ലോ, ശ്രമിച്ചു നോക്ക്. ഈ ഒരു റിപ്ലൈയിൽ തന്നെയുണ്ട് അമ്മ എത്രത്തോളം ക്രിസ്റ്റിക്ക് ആത്മവിശ്വാസവും പ്രചോദനവും നൽകിയിരുന്നു എന്നുള്ളത്. മാത്രവുമല്ല, ക്രിസ്റ്റിയുടെ കൂട്ടുകാരി ഡെല്ല വരുന്ന സമയം അമ്മ ഡെല്ലയോട് പെയിൻറ്റിങ് മത്സരത്തെക്കുറിച്ചും ക്രിസ്റ്റി അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പറയുന്നതും, അപ്പോൾ ഡെല്ല ക്രിസ്റ്റിയെ മോട്ടിവേറ്റ് ചെയ്ത് റിപ്ലൈ ചെയ്യുന്നതുമെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിത്രം തീർച്ചയായും മത്സരിക്കണം എന്ന് ഡെല്ല പറയുന്നുണ്ട്. ആ റിപ്ലൈ ക്രിസ്റ്റിക്ക് അന്തിമമായിരുന്നു. എന്നുവെച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു വാക്കില്ല, അതാണ് ഫൈനൽ എന്ന പോലെ. അങ്ങനെ ആ ചിത്രം പൂർത്തിയാക്കി ക്രിസ്റ്റി ആ ചിത്രം പത്രത്തിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് അമ്മയെ ഏൽപ്പിക്കുകയാണ്. സോ ഈ വാക്യങ്ങളിലെല്ലാം എത്രത്തോളം ഈ വ്യക്തികൾ ഓരോരുത്തരും ക്രിസ്റ്റിയെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ക്രിസ്റ്റിക്ക് ആത്മവിശ്വാസവും പിന്തുണയും നൽകിയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്.
അതുപോലെ ഞായറാഴ്ച സൺഡേ ഇൻഡിപെൻഡൻറ്റിൻ്റെ മധ്യ പേജിൽ ക്രിസ്റ്റിയുടെ ചിത്രം വന്നപ്പോഴുള്ള അച്ഛൻ്റെ പ്രതികരണവും വളരെ ശ്രദ്ധേയമാണ്. അച്ഛൻ അതിവേഗത്തിൽ കോണിപ്പടികൾ ഓടിക്കയറി ചെല്ലുകയും കിതപ്പെല്ലാം മറന്ന് ക്രിസ്റ്റിയെ പൊക്കിയെടുത്ത് ഏതാണ്ട് ഇരിക്കുന്ന അവസ്ഥയിലാക്കി വളരെ ആശ്ചര്യത്തോടെയും ആഹ്ലാദത്തോടെയും സൺഡേ ഇൻഡിപെൻഡൻറ്റിൻ്റെ ഒരു കോപ്പിയുടെ മധ്യ പേജെടുത്ത് അച്ഛൻ ക്രിസ്റ്റിയുടെ മുഖത്തിന് മുന്നിൽ നിവർത്തി കാണിച്ചു കൊടുക്കുന്നതും അച്ഛൻ ക്രിസ്റ്റിയെ എടുത്ത് താഴത്തെ നിലയിൽ എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് എടുത്തുകൊണ്ടുവരുന്നതും അമ്മ കയ്യിലിരുന്ന കാപ്പിപ്പാത്രം നിലത്തിട്ട് ഓടി വന്ന് ക്രിസ്റ്റിയെ കെട്ടിപ്പിടിക്കുന്നതും കരച്ചിലും ചിരിയും ചേർന്ന ശബ്ദത്തിൽ മോനെ എന്ന വിളിയോടെ തെരുതെരെ ഇരു കവിളുകളിലും ഉമ്മ വയ്ക്കുന്നതുമെല്ലാം ഹൃദയസ്പർശിയായ കാഴ്ചകളാണ്. അതുപോലെ ഇതെല്ലാം ദൂരെ നിന്ന് സംതൃപ്തിയോടെ നോക്കിക്കണ്ട് കണ്ണ് നിറയ്ക്കുന്ന ഡെല്ലയുടെ ചിത്രവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സോ പ്രധാനമായും 3 വ്യക്തികളാണ് ക്രിസ്റ്റിയുടെ ജീവിതത്തിൽ ക്രിസ്റ്റിയെ സ്വാധീനിച്ചിട്ടുള്ളത്. ഒന്ന് ക്രിസ്റ്റിയുടെ സ്വന്തം മാതാപിതാക്കൾ, അച്ഛനും അമ്മയും. മറ്റൊന്ന് ഡെല്ല ഹണ്ട് എന്ന ഡെല്ല, ക്രിസ്റ്റിയുടെ കൂട്ടുകാരി. ഇവർ 3 പേരും വളരെ ആത്മവിശ്വാസവും പ്രചോദനവും ശുഭാപ്തി വിശ്വാസവും ക്രിസ്റ്റിക്ക് നൽകിയിരുന്നു. അവിചാരിതമായി അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നു ചേരുന്ന സന്ദർഭങ്ങളെല്ലാം പ്രചോദനമായി തീരും എന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് അന്നൊരിക്കൽ സൺഡേ ഇൻഡിപെൻഡൻറ്റിൻ്റെ പേജുകൾ ഇടങ്കാൽ കൊണ്ട് മറിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ക്രിസ്റ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ട പെയിൻറ്റിംഗ് മത്സരത്തെക്കുറിച്ചുള്ള ആ പത്രവാർത്ത അല്ലെങ്കിൽ പരസ്യം. ഈ ആത്മകഥയിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആണ് ക്രിസ്റ്റിയുടെ ചിത്രകലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം. ക്രിസ്റ്റിക്ക് ഒട്ടനവധി പരിമിതികൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടതാണ്. അതായത് സെറിബ്രൽ പാൾസി എന്ന അസുഖം ബാധിച്ചതിൻ്റെ ഫലമായി ശാരീരികമായി ചലനശേഷിയെല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ക്രിസ്റ്റി. സാധാരണ മനുഷ്യരെ പോലെ ഓടി നടക്കാനും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും ഒന്നും ക്രിസ്റ്റിക്ക് സാധിക്കില്ല. ക്രിസ്റ്റി എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചായിരിക്കും ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യുന്നത്, അല്ലേ? എന്നിരുന്നാൽ പോലും ക്രിസ്റ്റി ചിത്രകലയോട് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരുന്നു. സോ ഇടത് കാലിൻ്റെ വിരലുകളിൽ ബ്രഷും പെൻസിലും ഒക്കെ വെച്ച് ക്രിസ്റ്റി ചിത്രങ്ങൾ വരച്ചിരുന്നു. അതുപോലെ സൺഡേ ഇൻഡിപെൻഡൻറ്റ് എന്ന പത്രത്തിൽ വന്ന പെയിൻറ്റിംഗ് മത്സരത്തെക്കുറിച്ചുള്ള പരസ്യം കാണുന്ന സമയത്ത് മത്സരത്തിന് പരാമർശിച്ചിരിക്കുന്ന ചിത്രം, അതായത് പെയിൻറ്റ് ചെയ്യേണ്ട ആ ഒരു ചിത്രം ക്രിസ്റ്റിക്ക് പൂർണ്ണമായും മനസ്സിൽ കാണുവാനായിട്ട് സാധിച്ചു. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടെയും അത് പ്രസരിപ്പിക്കുന്ന പ്രകാശം, വർണ്ണപ്പൊലിമ, നിറങ്ങളുടെ ഇടം, ചേർച്ച, ലയം എല്ലാം പൂർണ്ണമായ ചിത്രം. അത് ഇനി പകർപ്പെടുക്കുകയേ വേണ്ടൂ. സോ അത്രയും പെർഫെക്ഷനോടുകൂടെ ക്രിസ്റ്റിക്ക് കാര്യങ്ങൾ മനസ്സിൽ കാണുവാനായിട്ട് സാധിച്ചെങ്കിൽ ഇതിൽ വ്യക്തമാണ് ക്രിസ്റ്റിയുടെ ചിത്രകലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം, അഥവാ ക്രിസ്റ്റിയുടെ ചിത്രകലയോടുള്ള അടക്കി വയ്ക്കാനാവാത്ത താല്പര്യം. ക്രിസ്റ്റിയുടെ ഈ ഒരു ആത്മകഥ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണം എന്നതിന് ഒരു ഉദാഹരണമാണ്. അഥവാ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ക്രിസ്റ്റിയുടെ ജീവിതം നമുക്കൊരു പ്രചോദകമായി തീരുന്നു, അല്ലേ? നമുക്ക് ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട്. സോ എന്നിരുന്നാൽ പോലും നമ്മൾ ഒരുപാട് പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് നമ്മളുടെ കഴിവുകളെ നമ്മൾ
വേണ്ടവിധം ഉപയോഗിക്കാതെ പോകുന്നു. പക്ഷേ ഇത്രയേറെ പരിമിതികൾ ഉണ്ടായിട്ടും ക്രിസ്റ്റി അതെല്ലാം തൻ്റെ മനസ്സിൻ്റെ ശുഭാപ്തി വിശ്വാസം കൊണ്ടും തൻ്റെ കഴിവുകളിലുള്ള വിശ്വാസം കൊണ്ടും അഥവാ സെൽഫ് കോൺഫിഡൻസ് കൊണ്ടും തുടർച്ചയായ പരിശീലനങ്ങൾ കൊണ്ടും തൻ്റെ പരിമിതികളെ മറികടക്കുന്നു. തൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്കൊരു സന്ദേശവും പ്രചോദനവുമായി മാറ്റുന്നു. പരിമിതികൾ ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് ക്രിസ്റ്റി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ സ്വന്തം താൽപ്പര്യങ്ങളും തുടർച്ചയായ പരിശീലനവുമാണ് ജീവിത വിജയത്തിന് അനിവാര്യമെന്നും ജീവിതത്തിൽ ലക്ഷ്യം ഉണ്ടായിരിക്കണമെന്നും അത് സാധൂകരിക്കുകയും വേണം എന്ന് ലോകവിജയം നേടിയ ക്രിസ്റ്റിയുടെ ജീവിതം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. മാത്രവുമല്ല എല്ലാവർക്കും ഒരു പ്രചോദനവും നൽകുന്നു.